ഹലോ, ഷിബിബാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കർണാടക യാത്ര തുടരുകയാണ്. കർണാടക ട്രിപ്പിലെ മൂന്നാം ദിനമായ ഇന്ന് ആദ്യ സന്ദർശനം പ്രശസ്തമായ യാത്രാ കോഫി മ്യൂസിയം ആയിരുന്നു. അത് കഴിഞ്ഞ പാർട്ട് 2 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ചിക്കമംഗളൂരിൽ നിന്നും 3 മണിക്കൂറോളം യാത്ര ചെയ്താൽ എത്തുന്ന ഷിമോഗയിലെയും സാഗരയിലെയും വിശേഷങ്ങളാണ്. ഷിമോഗ ഔദ്യോഗികമായി ശിവമോഗ എന്നറിയപ്പെടുന്ന ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് തുംഗ നദിയുടെ തീരത്താണ്. ശിവമോഗ എന്ന പദത്തിൽ നിന്നാണ് ഈ നഗരത്തിന്റെ പേര് ഉരുത്തിരിഞ്ഞത്. ശിവൻ തുംഗാ നദി കുടിച്ചു എന്ന കഥയാണ് ഈ പദോൽപത്തിയുടെ ഒരു പതിപ്പ്. അതിനാൽ ശിവന്റെ മുഖം എന്നർത്ഥം വരുന്ന ശിവമുഖ എന്ന പേര് ലഭിച്ചു. ഷിമോഗയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ കന്നഡയാണ്. 72.76% പേർ ഹിന്ദുക്കളും 23.93% പേർ മുസ്ലിങ്ങളുമാണ്. ബാക്കിയുള്ളവർ ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും. കർണാടകയിലെ ഹൈസ്കൂളിനും പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിനുമുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഷിമോഗ. നമ്മള് ചിക്കമംഗ്ലൂരിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ നല്ല നല്ല റെസ്റ്റോറന്റ് നോക്കി, എവിടെയുമില്ല. വരുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോൾ കുറെ പശുവിന്റെ കൂട്ടങ്ങളും പിന്നെ കർഷകരും ചെറിയ ചെറിയ റെസ്റ്റോറന്റുകൾ അങ്ങനെ അല്ലാതെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം കുറെ ദൂരം സ്ഥലം അറിയില്ല, ചെറിയൊരു സിറ്റി പോലത്തെ സ്ഥലം കിട്ടി. അപ്പൊ അവിടെ മാംഗ്ലൂർ ഫിഷ് എന്നൊരു റെസ്റ്റോറന്റ് കണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അറിയുമ്പോൾ കുഴപ്പമില്ല, നല്ല ആംബിയൻസ് നല്ല ക്ലീനുകളുണ്ട്. അപ്പൊ അവിടെ സിദ്ദിഖാണ് നമ്മളെ എന്താണ് ഓർഡർ എടുക്കാനൊക്കെ വരുന്നത്. അപ്പൊ മൂപ്പരുടെ മെനു വെച്ചപ്പോ മൂപ്പര് മെനു കൊടുക്കുന്നത് നോക്കിക്കോ, അതാണ് മൂപ്പര് കൊടുക്കുന്ന മെനു. ഫിഷിന്റെ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ ഓർഡർ ആക്കിയിരിക്കുന്നത് അഞ്ചൽ ബിരിയാണി, അതുപോലെ തന്നെ പ്രൗൺസ് ഗീ റോസ്റ്റ്, പിന്നെ പിന്നെന്താ സിൽവർ ഫിഷിന്റെ ഒരു തവ ഫ്രൈ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ട്. നോക്കാം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പിന്നെ ഈ ഒരു മജ്ലിസ് സ്റ്റൈലാണ്. അടുത്ത 1.5 മണിക്കൂർ കൂടി യാത്ര ചെയ്തു ഞങ്ങൾ ശിമോഗ പട്ടണത്തിലെത്തി. വലിയ സൗകര്യങ്ങളോട് കൂടിയ ഒരു നഗരമാണിത്. ആദ്യമായി ഞങ്ങൾ പോകുന്നത് ശിവമോഗ ടൈഗർ ലയൺ സഫാരി പാർക്കിലേക്കാണ്. മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചു ദൂരം ഇതുപോലെ കാട്ടിലൂടെ പോകണം. ചിക്കമംഗളൂർ ഭദ്ര സഫാരിയിൽ ടൈഗറിനെ കാണാൻ കഴിയാത്ത വിഷമം ഇവിടെ തീരുമെന്ന് വിശ്വസിക്കുന്നു. ശിവമോഗ ലയൺ സഫാരി ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ പോകുന്ന ബസ് ഇതാണ്. സോറി, ഇവിടെ ഒരാൾക്ക് മുതിർന്നവർക്ക് 265 രൂപയും കുട്ടികൾക്ക് 120 രൂപയുമാണ് പ്രവേശന നിരക്ക്. ആകെ 1 മണിക്കൂർ സമയമാണ് ഈ സഫാരിയിലുള്ളത്. അതിനുശേഷം സഫാരി കഴിഞ്ഞ് തിരിച്ചു വന്ന് അവിടെ തന്നെയുള്ള സൂവിലും 1 മണിക്കൂർ കറങ്ങുവാനുണ്ട്. we started. Wow. 250 ഹെക്ടർ വിസ്തീർണമുള്ള ഈ സഫാരി പാർക്ക് ഷിമോഗ പട്ടണത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം അകലെയാണ്. 1988 ആരംഭിച്ച ഇത് ബാംഗ്ലൂരിനടുത്തുള്ള ബന്നാർഘട്ട ദേശീയോദ്യാനത്തിന് ശേഷം കർണാടകയിലെ 2ാമത്തെ സഫാരി പാർക്കാണ്. ഏഷ്യൻ സിംഹങ്ങൾ, ബംഗാൾ കടുവകൾ, ഇന്ത്യൻ പുള്ളിപ്പുലികൾ എന്നിവയെ പ്രത്യേക കൂടുകളിലാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഡ്രൈവറായി വന്നിരിക്കുന്ന ആൾ എല്ലാം വളരെ വിശദമായി തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ಬ್ಲಾಕ್ ಪಾಕು ವರ್ಲ್ಡ್ ಅಲ್ಲಿ ಇದು ಫಾಸ್ಟೆಸ್ಟ್ ಅನಿಮಲ್ ಇದು. ಮೇಲ್ ಅಲ್ಲಿದೆ ನೋಡಿ, ಆ ಕಡೆ ಅಲ್ಲಿಂದ. ഇനി ഞങ്ങൾ കിടക്കുന്നത് സിംഹത്തിന്റെ ഏരിയയിലേക്കാണ്. ഞങ്ങൾ കുറെ ദൂരം മുമ്പോട്ട് പോയി. ആദ്യമൊന്നും സിംഹത്തെ കണ്ടില്ല. പെട്ടെന്ന് അതാ ഒരു ആൺസിംഹം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതും അതിനെ സിംഹം പിടിച്ചു. സിംഹത്തിനെ ഇപ്പുറത്ത് കണ്ടിട്ടില്ല കേട്ടോ. അതും ലൈവായിട്ട് വണ്ടിയുടെ മുകളിൽ കയറുന്നു വെച്ചു, പക്ഷെ വണ്ടിയുടെ മുകളിൽ കയറുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് സിംഹത്തിനെ കാണുന്നത്. 1-2 ടൺ വരെ ഭാരമാണുള്ളതെന്ന്. ഈ
ലാൻഡ് സഫാരി കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ ഒരു സൂ ഉണ്ട്. നമുക്ക് ആ സൂവും കൂടി അതേ ടിക്കറ്റ് സന്ദർശിക്കാവുന്നതാണ്. സൂവിന്റെ പ്രത്യേകത മറ്റുള്ള സൂകളിൽ കൂട്ടിനുള്ളിൽ പാർപ്പിച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഓരോ അനിമൽസിനെയും അതിന്റേതായ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ ഫോറസ്റ്റിൽ പോയി കാണുന്നത് പോലെയുള്ള ഒരു ഫീൽ ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അനേകം കുരങ്ങുകളെയും ഇവിടെ കാണാം. നിത്യേന ഇവിടെ എത്തുന്ന സന്ദർശകരെ കണ്ട് എല്ലാ മനുഷ്യരുമായി വളരെ ഇണങ്ങിയവയുമാണ്. സ്ലോത്ത് ബെയർ മറ്റൊരു നല്ല കാഴ്ചയായിരുന്നു. ഈ കടുവക്ക് ഞങ്ങളെ ആക്രമിക്കാനുള്ള പ്ലാനായിരുന്നു. ജാഗ്വർ, ലെപ്പാർഡ്, കരിമ്പുലി എല്ലാം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യവിരുന്നായി മാറി. സമയം ഏതാണ്ട് വൈകുന്നേരം 6 മണിയോടെടുത്തു. ഇന്നത്തേക്കുള്ള കറക്കം തൽക്കാലം നിർത്തി ഷിമോഗയിൽ നിന്നും വീണ്ടും 2 മണിക്കൂറോളം യാത്ര ചെയ്തു സാഗര എന്ന സ്ഥലത്ത് റൂമെടുത്തു. ഇവിടെ നിന്നും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് 31 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. രാവിലെ അങ്ങോട്ട് പോകാനുള്ളതാണ്. ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിൽ നിന്നും ഡിന്നറൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. ഇന്നലെ താമസിച്ച ഹോട്ടലിന് മുമ്പിലാണ് ഞാനുള്ളത്. ഷിമോഗയിൽ നിന്നും സാഗര ജോഗ് ഫാൾസിലേക്ക് പോകുന്ന വഴി സാഗര എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ഹോട്ടലായിരുന്നു ഇന്നലെ ഞാൻ താമസിച്ചിരുന്നത്. അൻമോൾ ഇന്റർനാഷണൽ റെസിഡൻസി എന്നാണ് ഹോട്ടലിന്റെ പേര്. ഷിമോഗയിൽ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലാണ് നമ്മൾ ഈ സാഗര എന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഇപ്പൊ ഇവിടുന്ന് എനിക്ക് ഏകദേശം ജോഗ് ഫാൾസിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു 31 കിലോമീറ്റർ മാത്രമേ ജോഗ് ഫാൾസിലേക്കുള്ളൂ. ഇപ്പൊ സമയം 9 മണിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പം ഹോട്ടലിന് മുമ്പിൽ നിൽക്കുകയാണ്. മാത്രമല്ല ഇവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഈ ഹോട്ടൽ മുമ്പിൽ. ഇപ്പൊ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പം എന്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹോട്ടലിന്റെ തന്നെ ഒരു റെസ്റ്റോറന്റ് ആണ് ആ ഏരിയയിൽ കാണുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്റ് ഉണ്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇതാണ് ആ റെസ്റ്റോറന്റ് വരുന്നത്. അപ്പൊ ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങള് സാഗരയിൽ നിന്നും നമ്മുടെ ജോഗ് ഫാൾസ് കാണാൻ വേണ്ടി പോകുന്ന വഴിയാണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു പാടവും അതിന്റെ നല്ലൊരു റോഡും കൂടി കണ്ടപ്പോൾ ഞാൻ വണ്ടി നേരെ അങ്ങോട്ട് എടുത്തു. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ. സാഗരയിലെ ഹോട്ടൽ റൂമിൽ നിന്നും 1/2 മണിക്കൂറോളം സഞ്ചരിച്ച് ഞങ്ങൾ ഷിമോഗ ജോഗ് ഫാൾസ് എത്തി. കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ സാഗര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ശരാവതി നദിയിലെ ഒരു വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഞാനിപ്പോ നിൽക്കുന്നത് ലോകത്തിലെ 13ാമത്തതും ഇന്ത്യയിലെ 2ാമത്തതുമായ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ് ജോഗ് ഫാൾസ്. മേഘാലയയിലെ നോഹ്കലിക്കൈ വെള്ളച്ചാട്ടത്തിന് ശേഷം ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യയിലെ 2ാമത്തെ വെള്ളച്ചാട്ടമാണിത്. ജോഗ് വെള്ളച്ചാട്ടം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ മഴക്കാലമാണ്. ഈ സമയത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും. ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുവാൻ സന്ദർശകർക്ക് നിരവധി വ്യൂ പോയിന്റുകളും ഉണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ എതിർവശത്താണ് പ്രധാന വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഫോട്ടോസ് എടുത്തു തരുവാൻ നിരവധി ഫോട്ടോഗ്രാഫേഴ്സിനെയും കാണാം. ഞങ്ങളും എടുത്തു ഒരു ഫാമിലി ഫോട്ടോ. ജോഗ് ഫാൾസിൽ നല്ല മഴ വന്നു. ഇടയിൽ മഴ വരും, ഇടക്ക് മഴ പോകും. ഇടക്ക് അതേപോലെ ഫോഗ് ഇങ്ങനെ കയറി വരും. ഫോഗ് പോകുമ്പോ ഇത് വിസിബിൾ ആകും. ഫോഗ് ഉണ്ടാകുമ്പോൾ ജോഗ് ഫാൾസ് നമുക്ക് കാണാനും പറ്റില്ല. ഒന്നുമില്ല. എങ്ങനെയുണ്ട് ജോഗ് ഫാൾസ്? ജോഗ് ഫാൾസ് എവിടെ? നമ്മൾ അവിടുന്ന് ജോഗ് ഫാൾസ് നമുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ജോഗ് ഫാൾസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതിൽ ഫോട്ടോ എടുത്തു തരും. അതിന്റെ പ്രിന്റ് നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടിക്കകത്ത് അവർ പ്രിന്റ് ഔട്ട് തരും. ഈ വണ്ടിയിൽ നമുക്ക് പ്രിന്റ് എടുത്ത് വാങ്ങാവുന്നതാണ്. ചേച്ചിയാണ് നമുക്ക് പ്രിന്റ് എടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ ജോഗ് ഫാൾസ് താഴെ ഭാഗത്ത് നമുക്ക് ഒരുപാട് ഇങ്ങനെ വഴിയോര കച്ചവടങ്ങളുണ്ട്. പ്രധാനമായും സ്വീറ്റ് കോണും ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെയാണ് വരുന്നത്. ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಕೇರಳ ಅಂತ ಸರ್ ಇಲ್ಲ ಜೋಳ ಇದೆ ಜೋಳ ಬಿಸಿ ಜೋಳ ನಮ್ದು ಅದೇ ಸ್ವಲ್ಪ ಸಣ್ಣ ಸೈಜ್ ಅಷ್ಟೇ ನೋಡುದಿತ್ತು ಸ್ವಲ್ಪ ಸಣ್ಣದು കുറെ ഷോപ്പുകളുണ്ട്. പക്ഷെ നമുക്ക് തിന്നാനൊന്നും തോന്നുന്നില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറൊക്കെ കാണുമ്പോൾ
മഴയൊക്കെ പെയ്ത് കുറച്ച് വൃത്തികേടായിരിക്കുകയാണ്. നമ്മൾ ജോഗ് ഫാൾസ് ഒക്കെ കണ്ടു. തിരിച്ചു പോകുന്ന വഴിയിലൊരു പൈനാപ്പിളിൻ്റെ ഷോപ്പിൽ കയറിയതാണ്. ഇവിടെ നല്ല നല്ല ലോക്കലി മെയ്ഡ് പൈനാപ്പിൾസ്. ഒരു പൈനാപ്പിൾ ടേസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് അദ്ദേഹം ഒരു പ്ലേറ്റ് എടുത്തു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം വിചാരിച്ചു കുറച്ച് നാട്ടിലേക്ക് കൂടി വാങ്ങാമെന്ന്. അങ്ങനെ ഒരു 6 പൈനാപ്പിളും കൂടി വാങ്ങിച്ചു. വില കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. 100 രൂപ. ഇന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോയതും ഒരു വെറൈറ്റി പള്ളിയിലായിരുന്നു. ഒരു റിവറിന്റെ സൈഡിൽ മനോഹരമായ ഒരു കൊച്ചു പള്ളി, പ്രത്യേക തലപ്പാവൊക്കെ ധരിച്ച ഒരു ഇമാമും. ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കാണ്. ആകുമ്പ വഴി മാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. മാംഗ്ലൂർ ആനപ്പോയിൽ പഠിക്കുന്ന എന്റെ ബ്രദർ നാസറിന്റെ മകൾ നാജിയെയും കൂട്ടി വേണം വീട്ടിലേക്ക് പോകുവാൻ. ആകുമ്പ എന്നത് വളരെ അടിപൊളി റൂട്ടാണ്. ഏകദേശം 15ഓളം ഹെയർ പിൻ ബെൻഡുകളുള്ള ഒരു ചുരം, അത് ഫോറസ്റ്റിലൂടെ. കാർ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാൽ പിന്നെ കുരങ്ങുകൾ കാറിന്റെ അടുത്തേക്ക് ഓടി വരും. അങ്ങനെ 6-7 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ മാംഗ്ലൂർ ടൗണിലെത്തി. നാജിയെയും കൂട്ടി ഫോറം മാളിൽ പോയി പിസ്സയും കഴിച്ച് ഇനി പനത്തരി വീട്ടിലേക്ക്. അങ്ങനെ 3 രാത്രിയും 4 പകലും കർണാടകയിലെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.